പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസിനായിട്ട്, കർത്താവിൻ്റെ പിറവി തിരുനാളിനായിട്ട് തിരുസഭയോട് ചേർന്ന് ഞാൻ നിങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. ലൂക്കാസ് വിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 10-11 തിരുവചനത്തിൽ ദൂതൻ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു: ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും യേശുവിനെ അറിയുക, ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയുക എന്നുള്ള കാര്യം ദൂതൻ വഴി ആട്ടിടയരിലൂടെ ഈ ലോകത്തെ ദൈവം അറിയിച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങളും ക്രിസ്മസ് അല്ലെങ്കിൽ കർത്താവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ നാളുകളിൽ എനിക്കും നിങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമ്മൾ പരിശുദ്ധ കത്തോലിക്കാ സഭയിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഈശോയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനും ആ ഈശോയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള വലിയൊരു കൃപ നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. കുദാശകളിലൂടെയും ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സൽപ്രവൃത്തികളിലൂടെയും എല്ലാം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശോയെ സ്വന്തമാക്കാം. ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം പിറക്കും മണ്ണിൻ്റെ മാറിൽ നമുക്കൊരു പുൽക്കൂടു തീർക്കാം. സ്നേഹത്തിൻ പൂക്കളാൽ തോരണം ചാർത്താം, സാമോദമാഘോഷിക്കാം.